അങ്ങനെ ഉറക്കണീറ്റ് ഫ്രഷായി നേരെ ഡ്യൂട്ടിക്ക് കയറാൻ പോകുന്നു. വലുതായിട്ട് രാവിലെ ഞാൻ എണീറ്റ സമയത്ത് മഴയൊന്നും പൊടിഞ്ഞിട്ടില്ല, അതിന് മുമ്പേ തകർത്തിട്ടുണ്ട്. അതാണ് കാര്യം. നേരെ പോയി എല്ലാം ഒന്ന് നോക്കട്ടെ. പ്രശ്നം എന്ന് പറഞ്ഞാൽ വൈഫൈ കട്ട് ഓഫായി. ഇത് അവരെ റൂമിൽ നിന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വരില്ല. സെക്യൂരിറ്റിയുടെ റൂമിൽ നിന്ന് രാത്രി മഴ പെയ്തപ്പം ഓഫായിട്ടുണ്ട്. ഇനിയിപ്പോൾ അറിയാം. ഞാൻ പോയി എല്ലാം ഒന്ന് നോക്കട്ടെ. അൽഹൂബ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങൾ ബാക്കിയുള്ള സൈഫ ശ്രദ്ധിക്കണം. അത് ഇല്ലറ്റ് കുറവാണ് പറഞ്ഞത്, പക്ഷേ ഔട്ട്ലെറ്റ് അതിനേക്കാളും കുറവാണ് പറഞ്ഞത്. പിന്നെ ബാക്കിയുള്ള ലെവലിൽ ബാലൻസ്ഡാണ്, ഉണ്ട്. അതും കുഴപ്പമില്ല, സെറ്റാണത്. ജസ്റ്റ് ലൊക്കേയിങ്. പിന്നെ ആ വെള്ളം പമ്പ് ചെയ്യണത് അത് വീണ്ടും കംപ്ലൈൻ്റായി. എയർ സക്ക് ചെയ്യണത് വിട്ട് കാണുന്നുണ്ട്. അതാണ് പ്രശ്നം. പിന്നെ ആ പമ്പ് ഇടയ്ക്കിടയ്ക്ക് ആളെ പറ്റിക്കുന്നു. ചിലപ്പോൾ വർക്കാവും. അതുമായിരിക്കും ആ കാര്യം. എയർ സക്കിങ്ങിൻ്റെ ഇടയിൽ ഗ്യാപ്പും വരണമുണ്ട്. അതും ഇപ്പോൾ കിട്ടില്ല. അത് ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് കാര്യം. ഞാൻ പറഞ്ഞിട്ടുണ്ട് സിറ്റി. ഓക്കെ, വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യുക. ഞാൻ അടുത്ത് ഇവിടെ വേറെ കുഴപ്പമില്ല, എല്ലാം സെറ്റാണല്ലോ. ഞാൻ അടുത്തൊന്ന് ഡസ്റ്റ്ബിൻ ഒന്ന് കളഞ്ഞ് അതിനെ കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പം അതിൻ്റെ ഒഴുക്ക് കിട്ടി. മലയിൽ നിന്നുള്ളത് ഇങ്ങനെ വന്ന് അവിടെ നിന്ന് തിരിച്ച് അങ്ങ് പോയി, അവിടെ നിന്ന് താഴോട്ട് പോകും. നേരെ തിരിച്ചായിരുന്നു. അവിടെ കുറച്ച് സ്ഥലമുണ്ട്, അവിടുത്തെ ഇങ്ങോ കയറി അങ്ങോട്ട് പോകുന്നു. അങ്ങനെ അതും തിരുത്തി ഡസ്റ്റ്ബിനെ വൃത്തിയാക്കി ഇനി നേരെ പോകും തിരിച്ച്. വൈഫൈ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. നോക്കട്ടെ, വന്ന് തുടങ്ങിയില്ലെന്ന് നോക്കട്ടെ. അവിടെ ചെല്ലാൻ പറയും. റെഡിയാക്കി കഴിക്കാൻ നേരെ പോവുക. അതന്നെ പരിപാടി. ഉച്ചക്കുള്ള ഫുഡാണ്, വേറൊന്നും കഴിച്ചില്ല. ഉണ്ടാക്കാൻ മതി. ഇതും കഴിച്ചിട്ട് പോട്ട് നേരെ ഫുഡ് കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് സെറ്റായി. ഡപ്പ ഫുള്ള്. പിന്നെ നേരെ പോട്ട് ഞാൻ നീ നോക്കേണ്ട ഒരു ലെവല് 1 മീറ്റർ ആകുമ്പം ഇൻഫോം ചെയ്യാൻ പറഞ്ഞു. വേറെ ഇതുവരെ ഒന്നും ഡീറ്റെയിൽ ഇല്ല, അത് മാത്രം തന്നെ നോക്കാൻ പറഞ്ഞിട്ടുള്ളൂ. നോക്കണം. ഇന്നത്തെ അനാലിസിസ് നോക്കി ഒരു രക്ഷയില്ല. ഒന്നും ഒരു കറക്റ്റാവണില്ല. സൈഡ് ബേസിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ബിറ്റ് കോയിൻ, ഇത് യൂറോ ഇല്ല, അതെന്നാ ബിറ്റ് കോയിൻ തന്നെ. അങ്ങനെ എനിക്കാണ് സൈഡ് വൈസ് ഇതോട്ട് നോക്കി. ഇതുവരെ കറക്റ്റായി കിട്ടിയില്ല. അനാലിസിസ് ഒന്നും വന്നില്ല ഇതുവരെ. അനാലിസിസ് ചെയ്യാൻ വേണ്ടിയുള്ള സൈഡ് ബൈസാണ്. ശാലം പോലും മൂവ്മെൻ്റ് ഇല്ല. നേരെ ദോശകളും ഉണ്ടായിരുന്നു. ആട്ടയിൽ ഉണ്ടാക്കി. ഇനി കറിയും കൂടി ഉണ്ടാക്കിയാൽ മതി. ഞാൻ പോയി എല്ലാം ഒന്ന് ചെക്ക് ചെയ്യട്ടോ അവിടെ. ആദ്യം അങ്ങനെ കവർ ചെയ്തും വെച്ച് എൻ്റെ പുറത്ത് വേറെ പാത്രം എടുത്ത് വെച്ച് ഇനി ഞാൻ പോയി എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട്. കുഴപ്പമൊന്നുമില്ല, ചെക്ക് ചെയ്ത് ഇനിയിപ്പോൾ കറി ഉണ്ടാകട്ടെ. ഉള്ളിക്കറി ഉണ്ടാക്കും. കട്ട് ചെയ്ത് വെച്ച് ഇനി ഉണ്ടാകട്ടെ കറി വെച്ച് കൂടി റെഡിയായാൽ മതി. സെറ്റ് ഫുഡും കഴിയും. ഇത് റെഡിയാകുമ്പം അവിടെ പോയി ഒന്ന് ഒരു ഫോട്ടോ കൂടി അയച്ചു കൊടുക്കാണ്. അപ്പോഴത്തെ സമയം ഉണ്ടാക്കി ഇത് കഴിക്കട്ടെ. കയറുക. ഇവിടെ നേരെ പോയി കുളിച്ച് ഫ്രഷാകും. അത് തന്നെയുള്ള പരിപാടി. ബാക്കിയെല്ലാം കമ്പ്യൂട്ടർ ബേസ് എല്ലാം സെറ്റാണ്. അത് കുഴപ്പമൊന്നുമില്ല. ഇവിടെ നടക്കട്ടെ.
ഫോണിലും ചാർജില്ല. നേരെ പോയി സൺറൈസൊക്കെ നോക്കി സെറ്റാക്കി ലൈറ്റൊക്കെ ഓണാക്കി സെറ്റാകണം. ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാണ്ട് എല്ലാം ചെക്ക് ചെയ്യാനും കൂടിയുണ്ട്. അത് തന്നെ തൊണ്ടേ കടഞ്ഞു, സൗണ്ട് പുറത്തു പറയണില്ല. കാണാൻ കൊള്ളാം അവിടെ ആകാശം. എന്തോ സാധനം അവിടെ നിന്ന് അടിപൊളി അല്ലേ കാണാൻ, നല്ല രസമുണ്ട്. ഒരു യുണീക്ക്. ഇവിടെയൊക്കെ നോർമല്, പക്ഷെ അവിടെ അടിപൊളി, സൂപ്പർ. റൈറ്റ്, ഇവിടുത്തെ ആകാശം അങ്ങനെ തന്നെ കാണാൻ. എന്താ ഗ്ലേസിങ്, മേഘം നല്ല വൈറ്റുണ്ട്. ഇതിനൊക്കെ എന്തോ വ്യത്യാസം പോലെ മേഘത്തിന്. ഞാൻ പോയി ലൈറ്റൊക്കെ ഓണാക്കി എല്ലാം ഒന്ന് സെറ്റാണ് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഒരെണ്ണം ശലം ലെവല് നല്ല കുറഞ്ഞ് കൂട്ടി വെച്ചിട്ടും അങ്ങോട്ട് കൂടണില്ല, എന്നാൽ ഔട്ട് പോണത് കുറവ് പോവാണ്. എന്തൊരവസ്ഥയെന്ന് അറിഞ്ഞു പെട്ടായിരിക്കുകയാണ്. ബാക്കിയെല്ലാം കുഴപ്പമില്ല. സൈഫ അവന്മാരുടെ ഓപ്പൺ ചെയ്തു. പിന്നെ എന്നെ നോക്കാൻ പറഞ്ഞാൽ ജിബ്രൻ ബീറ്റ്. അത് കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫോട്ടോ അയച്ചു കൊടുക്കും. അതെ, അത്യാവശ്യം തിരിച്ചു പോകും. നല്ല സമയമായി. എത്ര മണിയായി? 8 മണിയായി. നേരെ പോയി വീഡിയോ എഡിറ്റ് ചെയ്ത് അവിടെ നിന്ന് അപ്ലോഡ് ചെയ്യും. അത് തന്നെ കളിച്ചിട്ടൊരു രസമില്ല. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.